ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ KL01 സാം. ഇന്ന് നമ്മളോടത്തുള്ളത് 1970 റോഡ് അടക്കി ഭരിച്ചിരുന്ന ഒരു സിംഹക്കുട്ടിയായിട്ടാണ്. ഫോർഡിൻ്റെ തന്നെ പ്രീമിയം ബ്രാൻഡായ ലിങ്കൻ്റെ ഒരു ആ സമയത്ത് ഐക്കോണിക് വണ്ടിയായിരുന്നു കോണ്ടിനെൻ്റൽ 4 ഡോർ. കാരണം ഇതിൻ്റെ ഒരു 2 ഡോറും ഉണ്ടായിരുന്നു ആ സമയത്ത്. 1970 മുതൽ 73 വരെയാണ് 2 ഡോർ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ 1970 മുതൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 80 ടൈം വരെ എൻ്റെ ഒരു അറിവാണെങ്കിൽ ഈ 4 ഡോർ കോണ്ടിനെൻ്റൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് റോൾസ് റോയ്സ് എന്ന് തോന്നും, പക്ഷേ ഇതല്ല. റോൾസ് റോയ്സിനെയൊക്കെ കടത്തി വെട്ടുന്ന 1970 ഇറങ്ങിയ ഒരു സിംഹക്കുട്ടി തന്നെയാണിത്. ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഒരു 50 വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പുള്ളിക്കാരൻ കീപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് കണ്ടില്ലേ, ഭയങ്കര വലിയ നല്ല നീളമുണ്ട്, നല്ല നീളം. സോ എനിക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല, പക്ഷേ അത്രയും നീളമുണ്ട് ഈ വണ്ടിയെ കാണാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളിരിക്കുന്നതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ തന്നെ വിൻഡോ ഓപ്പൺ ചെയ്യേണ്ടത്, ഡോർ ലോക്ക് ചെയ്യേണ്ട സ്വിച്ചൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു ഡ്രൈവാണിത്. എൻ്റെ മുന്നിൽ റോൾസ് റോയ്സ് ഒന്നും അല്ല ഗൈസ്, അത്രയും വിഷയമാണ്. എനിക്ക് തോന്നുന്നു 55 വർഷം 49 വർഷം പഴക്കമുള്ള വണ്ടിയായിപ്പോഴും. പക്ഷെ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒന്നും പറയാനില്ല. അത്രയും വെൽ നീറ്റായിട്ടാണ് മെയിൻ്റെനൻസ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നമില്ല. ഭയങ്കര സ്മൂത്താണ്, ഒരു ലക്ഷറി ഫീലാണ്, ലക്ഷറി ഡ്രൈവാണ്. നല്ല പുലിക്കുട്ടിയാണ്. നല്ല 80-ലാണ് ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 80-ൽ ഏകദേശം 49 വർഷമുള്ള ഒരു പഴക്കമുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ പുലിയല്ലേ പുലി. ഇതാണ് ഗൈസ് പറയുന്നത്, കിങ് ഓൾവേസ് കിങ്. സീനല്ലേ സീൻ. 1970-ലാണ് ഈ ടെക്നോളജി ഗൈസ്, 1970-ൽ. നമ്മൾ ഈ കാണുന്നതാണ് ലിങ്കൻ്റെ ലോഗോ എന്ന് പറയുന്നത്. ലിങ്കൻ്റെ ലോഗോ പ്രധാന ഈ ഗ്രില്ല് നോക്കുമ്പോഴത്തേക്കും ഒരു റോൾസ് റോയ്സിൻ്റെ ഒക്കെ ഒരു കോപ്പി പോലെ നമുക്ക് തോന്നും. നല്ല ക്രോം ഫിനിഷാണ്, കാണാൻ ഒരു രക്ഷയില്ല. നല്ല പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബമ്പർ വരുന്നത്, ഫ്രണ്ട് ബമ്പറും ക്രോം ഫിനിഷാണ്. പിന്നെ ബോഡിയിൽ മൊത്തത്തിൽ ഒരു ക്രോം ഫിനിഷ് ഉണ്ട്, കണ്ടില്ലേ, ഈ ലൈനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര വലിയ ബോഡിയാണ്. ഇതിടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ വേണം. എനിക്ക് തോന്നുന്നു നോർമലി ഒരു 2 കാറൊക്കെ, നോർമൽ കാർ കിടക്കുന്ന ഒരു സ്പേസ് ഇതിന് വേണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും വലിയൊരു ബോഡിയാണ്. പിന്നെ കണ്ടില്ലേ, എൻ്റെ ടയറിൽ എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ വരുന്നുണ്ട്. നമ്മൾ നോക്കേണ്ടത് 1970-ൽ ഇറങ്ങിയ സാധനമോ, അത് ഇത്രയും ഭയങ്കര ക്ലീനായിട്ടാണ് പുള്ളിക്കാരൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് വണ്ടീന് അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര നീറ്റ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഫ്രണ്ട് ലുക്ക് ഇതാണ്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഹിഡൻ ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഈ കണ്ടില്ലേ ലിങ്കൻ കോണ്ടിനെൻ്റൽ എന്ന് എഴുതിയിരിക്കുന്ന
ഇവിടം ഓപ്പൺ ആവും 2 സൈഡിലും. നമ്മൾ ഹെഡ്ലൈറ്റിന് ഒരു സ്വിച്ച് ഉണ്ടാകത്ത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെഡ്ലൈറ്റ് ഓപ്പൺ ആവും. അതിൻ്റെ ലെങ്ത് കണ്ടില്ലേ ഗൈസ്, ഇതാണ് സാധനം. കണ്ടില്ലേ, മൊത്തത്തിലൊരു ക്രോം ഫിനിഷ് ലൈനൊക്കെ ഉണ്ട് വണ്ടിയിൽ മൊത്തത്തിൽ. പിന്നെ ബാക്ക് ടെയിൽ ലാമ്പ് വരുമ്പോഴത്തേക്കും കണ്ടില്ലേ, അതിലും ഒരു ക്രോം ടച്ച് മൊത്തത്തിൽ വന്നിട്ടുണ്ട്, മൊത്തത്തിലൊരു ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോം ഫിനിഷ് ബമ്പറാണ്. ബാക്ക് കേട്ടില്ലേ, കാണാൻ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഈ സാധനം ഒരു കപ്പൽ തന്നെയാണ്. കിങ് ഓൾവേസ് കിങ് എന്ന് പറയുന്നത് പോലെ 1970 ആണ് ഇത്. 79 ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 40-50 വർഷം ആകാൻ പോകുന്നു. സ്റ്റിൽ വിഷയമായിട്ടാണ് പുള്ളിക്കാരൻ കീപ്പ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ഈ വണ്ടി വന്നിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളം ആകാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഒരു സ്നോ പോലും പുള്ളിക്കാരൻ ഇതുപയോഗിച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ല. കാരണം പുള്ളിക്കാരൻ എല്ലാ വർഷവും നവംബർ എൻഡ് ആകുമ്പോഴത്തേക്കും വണ്ടി കൊണ്ട് ഇവിടെ ഒരു പാർക്കിംഗ് എടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു ഗാരേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് പുള്ളിക്കാരൻ പാർക്ക് ചെയ്യും. ഒരു 15 ഇഞ്ച് അലോയിയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ അലോയുടെ പ്ലേറ്റിൽ തന്നെ ഉണ്ടല്ലേ ലിങ്കൻ്റെ ലോഗോയുണ്ട് അവരുടെ. അതും ഒരു ക്രോം ഫിനിഷ് തന്നെ. സൈഡ് മിറർ വരുന്നത് ഒരു കുഞ്ഞ്, ഇത്രയും വലിയ വണ്ടിക്ക് വരുന്നത് ഒരു കുഞ്ഞു മിററാണ്. ഭയങ്കര കാണാൻ അതിൻ്റെ ബോഡിയായിട്ട് യോജിച്ചിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ആ മിററിന് വരുന്നത്. അതും ഒരു ക്രോം ഫിനിഷാണ്. പിന്നെ ഡോർ ലിവർ കണ്ടില്ലേ, അതും ഫുള്ളി ഒരു ക്രോംഡാണ്. പക്ഷേ കാണാൻ ഭയങ്കര ക്ലാസിക്കാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഭംഗി തന്നെയാണ്. കണ്ടില്ലേ, ആ വണ്ടിക്ക് മൊത്തത്തിൽ അത് ചേരുന്നു. ആ ഡിസൈൻ മൊത്തത്തിലൊരു ഫുള്ളി ഒരു ക്രോം ടച്ച് ഉണ്ട് മൊത്തത്തിലൊരു. ഈ കപ്പൽ ഓട്ടിക്കാനുള്ള കീ എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ്. അതിലെല്ലാം ഫോർഡിൻ്റെ പ്രീമിയം ബ്രാൻഡായ ലിങ്കൻ്റെ ലോഗോ എല്ലാ കീയിലും വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ. സ്റ്റിയറിങ്ങിലും കമ്പനിയുടെ ബ്രാൻഡിങ് ലോഗോ വരുന്നുണ്ട്. നമ്മൾ കീ ഇടേണ്ട കീ ഹോൾ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇതിട്ടിട്ട് ടേൺ ചെയ്യുമ്പോഴത്തേക്കും വണ്ടി എൻജിൻ സ്റ്റാർട്ടാവും. ഇത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഈ നോബാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതിലൊരു 7.5 ലിറ്റർ ഒരു V8 എഞ്ചിനാണ് വരുന്നത്. അതിന് വരുന്നത് ഒരു 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് വരുന്നത്. അപ്പോഴത്തേക്കും ഇതാണ് അതിൻ്റെ ലിവർ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ ലിവറിലാണ് പരിപാടി എല്ലാം ഓടുന്നത്. കണ്ടല്ലേ, ഡേറ്റ് ആൻഡ് ടൈം, പിന്നെ FM, പിന്നെ AC എല്ലാം ഭയങ്കര ക്ലാസിക്കായിട്ടാണുള്ളത്. ഭയങ്കര ലക്ഷറി, ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നത് 180 പക്ഷേ ഈ വണ്ടി വിഷയം പവറിൽ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു 80-90 ഓട്ടിച്ചായിരുന്നു അപ്പോൾ അപ്പം എന്നെ ഇരുത്തിക്കൊണ്ട്. അത്രയും നീറ്റ് കണ്ടീഷനിലാണ് പുള്ളിക്കാരൻ കീപ്പ് ചെയ്യുന്നത് ഈ വണ്ടി. ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്, ഹിഡൻ ഹെഡ്ലൈറ്റ്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് പുള്ള് ചെയ്യുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഓപ്പൺ ആകും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കിലോട്ട് വലിക്കുമ്പോഴത്തേക്കും അത് നോർമലി ക്ലോസ്ഡ് ആവും. ഇതാണ് വൈപ്പറിൻ്റെ നോബ് എന്ന് പറയുന്നത്. വൈപ്പർ വർക്കാവാൻ വേറെ ഒന്നുമില്ല. ഇത് കുറച്ചൊന്ന് അങ്ങോട്ട് നമ്മൾ കറക്കി കഴിയുമ്പോഴത്തേക്കും വൈപ്പർ വർക്കാവും. അതിൻ്റെ സ്പീഡിനനുസരിച്ച് നമ്മൾ നോബ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. കണ്ടില്ലേ, ഇതുവരെ ക്രോം ഫിനിഷാണ്, ഒരു രക്ഷയില്ല കേട്ടോ അവൻ കാണാം. ഇതാണ് നമ്മുടെ ഡോറിൽ വരുന്ന സ്വിച്ചസ്. 4 ഡോറും സെൻട്രൽ ലോക്കിൻ്റെ, അതുപോലെ തന്നെയാണ് ഗ്ലാസിൻ്റെ 4 സൈഡിലുള്ള ഗ്ലാസിൻ്റെയും കൺട്രോൾസാണ്. പിന്നെ സീറ്റിൻ്റെ കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ മിററിൻ്റെത്. അപ്പം അതും ഭയങ്കര ഒരു റോയൽ ലുക്ക്, ആ രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡോർ ഹാൻഡിൽസ് ഇല്ലേ, നമ്മൾ ഡോർ വലിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 4 ഡോറിലും വരുന്നത് ഇതുപോലത്തെ ഒരു ലെതർ മെറ്റീരിയലാണ്.
അതും കാണാൻ വളരെ നൈസാണ്. നമ്മുടെ സീറ്റ് എന്ന് പറയുമ്പോഴത് ഒരു സോഫ സെറ്റപ്പാണ്. ഇരിക്കാൻ ഭയങ്കര സ്മൂത്തും ഭയങ്കര രസവുമാണ്. ഭയങ്കര എന്തു പറയാനാ, ഒരു ഭയങ്കര സുഖം, യാത്രാസുഖം ഒരു രക്ഷയില്ല. നമ്മളൊരു അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു യാത്രാസുഖമുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ സീറ്റും അതിനനുസരിച്ച് തന്നെയാണ്. അവരുടെ സീറ്റ് കുഷനിങ് സീറ്റാണ് വരുന്നത്. അതുപോലെ സീറ്റിലും അവരുടെ ബ്രാൻഡിങ് വരുന്നുണ്ട്, ലിങ്കൻ്റെ ലോഗോ വരുന്നുണ്ട്. ബാക്കിലും 2 പേർക്ക് കിടിലനായിട്ട് നീ രാത്രി വേണമെങ്കിൽ ബെഡൊന്നും ഇല്ലെങ്കിൽ ഇതിൽ കിടക്കാം ഒരാൾക്ക്, ആ രീതിയിലാണ്. അത്രയും സുഖമാണ് ഇതിൽ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് എൻജിൻ സൈഡ് എന്ന് പറയുന്നത്. 400 ഹോഴ്സ് പവറിന് അപ്പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിനാണ്, ഒരു V8 എഞ്ചിനാണ്. അതും 7.5 ലിറ്ററാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ ഒരു കപ്പൽ മേക്കണമെങ്കിൽ ഈ സാധനം വേണം, കപ്പൽ ഓടണമെങ്കിൽ. നമുക്ക് ഈ ബോണറ്റിൽ കിടന്നുറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്, അത്രയും വലിയൊരു ബോണറ്റാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ളതെന്ന് പറയുമ്പം ഈ ലോഗോ ഇങ്ങനെ ഓപ്പൺ ആക്കുക, എന്നിട്ടാണ് ഇവിടെ കീ ഉപയോഗിച്ചിട്ടാണ് ഡ്രങ്ക് ഓപ്പൺ ചെയ്യുന്നത്. ഗൈസ്, നമുക്കിതിൻ്റെ അകത്ത് കിടന്ന് വേണേ ഒരാൾക്ക് പോകും. ആ രീതിയിലാണ് ഇതിൻ്റെ ഡ്രങ്ക് സ്പേസ് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും സ്പേസാണ്. Yeah, you can close. Yeah. എനിക്കൊരു അതിശയമായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഗൈസ്, ടോപ്പിൽ ലെതറാണ് വരുന്നത്. ലെതർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു 50 വർഷമായിട്ട് ഈ വണ്ടി റോഡിലുള്ള വണ്ടിയാണ്. ലെതറിനൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. റൂഫ് ഫുള്ള് ലെതറിലാണ് വരുന്നത്. ഇപ്പോഴും കിട്ടില്ല, അതായത് സ്റ്റീലാണ്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ടിങ് വരുന്നുണ്ട് ലെതറിൻ്റെ. 50 വർഷമായിട്ടുള്ള സാധനം കണ്ടോ, ഒരു ഡാമേജ് ഒന്നുമില്ല അല്ലേ. ക്വാളിറ്റി പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രീമിയം. ഇതാണ് ഗൈസ് പ്രീമിയം. ഇതാണ് നമ്മുടെ വണ്ടി ഓൺ ചെയ്യുന്ന അപ്പച്ചൻ എന്ന് പറയുന്നത്. അപ്പച്ചൻ്റെ പേര് നെൽസൺ. വാട്ട്സ് യുവർ നെയിം? നെൽസൺ. പുള്ളി 28 വർഷമായിട്ട് ഈ വണ്ടി കീപ്പ് ചെയ്യുകയാണ്. ഹൗ ഇസ് ദിസ് കാർ? ഇറ്റ്സ് നൈസ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഒരു ചിന്ന ബ്രേക്ക്. ഇതുപോലത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർസിൻ്റെ റിവ്യൂ ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Please share my video. Bye.